അസ്സലാമു അലൈക്കും. അബ്ദുല്ല കാസർഗോഡാണ്. സഹോദരന്മാരൊരു സന്തോഷ വാർത്ത കൊണ്ടിട്ടാണ് ഞാൻ വന്നത് ഇപ്പോൾ. കാരണം നമ്മളെ ബഹുമാനപ്പെട്ട APA ബക്കർ മുസ്ലിയാർ ഒരു ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് മൂപ്പറ ചരിത്രമെല്ലാം ഇന്നത്തെവർക്കുള്ള ജീവിതകാലത്തിൻ്റെ അതിൻ്റെ അനുഭവിച്ച പല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിത കഥ എന്നുള്ള ഒരു പുസ്തകം ഇവിടെ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുത്ത് അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം പിണറായി വിജയൻ ശശി തരൂരിന് കൊടുത്തുകൊണ്ട് അതിന് നിർവഹണം നടത്തി. അപ്പോൾ ആ നിർവഹണവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ആ ബുക്ക് പ്രകാശനം ചെയ്തപ്പോൾ അതിൽ ഒരു ക്രിസ്ത്യൻ സഹോദരന് വലിയൊരു തെറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കും സംസാരിക്കുന്ന ആഗ്രഹമുണ്ട്. ഏതായാലും നിങ്ങൾ ആ വീഡിയോ കാണുക ആദ്യം. പള്ളി കൈയടക്കി, ഇനി ഞങ്ങൾക്ക് പള്ളിക്കൂടവും വേണം. ക്രൈസ്തവരുടെ പള്ളിക്കൂടവും അടിച്ചു മാറ്റി ശൂന്യതയിൽ നിന്ന് ചരിത്രം സൃഷ്ടിക്കാൻ കാന്തപുരം മുസലിയാർ. ഇസ്ലാമിക പണ്ഡിതനും പ്രമുഖ സുന്നി നേതാവുമായ കാന്തപുരം അബൂബക്കർ മുസലിയാരുടെ വിശ്വാസപൂർവം എന്ന ആത്മകഥ ശശി തരൂർ MPക്ക് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ഇത് ഐക്യ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് മലബാറിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൻ്റെ മുന്നേറ്റവും അനേകം ജീവിതങ്ങളുടെ പ്രതിഫലനവുമായി മാറുമെന്നുമൊക്കെ മുഖ്യമന്ത്രി ആശംസിക്കുകയും ചെയ്തു. ആ ആത്മകഥാ പുസ്തകത്തിൽ പള്ളിക്ക് പിന്നാലെ പള്ളിക്കൂടം എന്ന വാക്കും ആസൂത്രിതമായി അടിച്ചു മാറ്റിക്കൊണ്ട് മുസലിയാർ ശൂന്യതയിൽ നിന്ന് ചരിത്രം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മുസ്ലിം മതവിഭാഗത്തിൻ്റെ മതപഠനശാലയായ ഓത്തുപള്ളിയും സ്കൂളും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന് പേരുണ്ടായതെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് കാന്തപുരം മുസലിയാർ തൻ്റെ ആത്മകഥയിൽ ചരിത്രത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. മോസ്ക് അല്ലെങ്കിൽ മസ്ജിദ് എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന മുസ്ലിം ആരാധനാലയങ്ങളെ പള്ളികൾ എന്നാക്കി മാറ്റാൻ ക്രിസ്ത്യൻ പള്ളികളെ ചർച്ച് എന്നാക്കി ചിലർ നടത്തിയ നീക്കങ്ങളുടെ അടുത്ത ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന പള്ളിക്കൂടം എന്ന പദത്തിലും ആവർത്തിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് വീഡിയോ. അതിലെന്താണ് പറയുന്നുള്ളത്? ഇയാളെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രകാശനം ചെയ്ത ആ പുസ്തകത്തിൽ APA ബക്കർ മുസ്ലിയാർ വളരെ കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ക്രിസ്ത്യൻസ് പള്ളിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന പള്ളിക്കൂടത്തിനെ അത് പള്ളിക്കൂടം എന്ന് അഭിസംബോധന ചെയ്തു, വാക്ക് പറഞ്ഞു. അതായത് പള്ളിക്കൂടമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. അതായത് ക്രിസ്ത്യൻസ് പള്ളിൻ്റെ അടുത്തുണ്ട് പിന്നെ സ്കൂളുകളെയാണ് പള്ളിക്കൂടം എന്ന് പറയാറ്, മുസ്ലിങ്ങൾ അത് പറയാറില്ല. അപ്പോൾ ചർച്ചയൊക്കെ ഇപ്പോൾ തട്ടിപ്പറിച്ച് കഴിഞ്ഞു. എന്നെ ക്രിസ്ത്യാനികളെ പള്ളിക്കൂടം എന്ന് പറയുന്നത് ഈ സ്കൂളും കൂടെ തട്ടിപ്പറിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ അബൂബക്കർ മുസ്ലിയാറെ പോക്കുന്നതെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം ഇയാൾ പറയുന്നത്. അതായത് മുസ്ലിങ്ങളെ ഒരുപാട് ചർച്ചക്കെടുത്ത് തട്ടിപ്പറിച്ച് ഇനിയിപ്പോൾ പള്ളിക്കൂടം എന്ന് പറയുന്ന അത് ക്രിസ്ത്യൻസാണ് സാധാരണ ഈ പള്ളി ചർച്ചിൻ്റെ അടുത്തുള്ള ആ ഈ സ്കൂളിനെ പള്ളിക്കൂടം സാധാരണ പറയൽ പണ്ട് കാലങ്ങളിൽ. അപ്പോൾ അതായിട്ടാണ് എനിക്ക് സംസാരിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ ആ സഹോദരൻ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ചിന്തിക്കാനുണ്ട്. അതായത് 1000 വർഷത്തിൻ്റെ ചരിത്രം ഈ കേരളക്കരയിൽ മാത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മുസ്ലിങ്ങൾ സാധാരണ പള്ളിയുടെ മുകളിൽ ദർസ് എന്നൊരു സ്ഥാപനമുണ്ട്, മതത്തിൻ്റെ സ്ഥാപനത്തിൽ. അപ്പോൾ പള്ളി ദർസ് എന്നാണ് പണ്ട് കാലങ്ങളിൽ പറയൽ. ആ കാലത്ത് വലിങ്ങനെ മദ്രസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെയാണ് അതൊക്കെ പോയി പിന്നെ ആ ദർസൊക്കെ കുറഞ്ഞു വന്ന് അതിന് പകരമായിട്ട് അവർ വലിയ ഉന്നത ദീനി വിജ്ഞാനം പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ കോളേജുകൾ പോലെയുള്ള മത സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരിപ്പോൾ അത് തോന്നിപ്പോൾ ആ ദർസൊക്കെ കുറച്ച് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇന്നും അതിനെ പള്ളി ദർസ് തന്നെയാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് പിന്നെ പള്ളി എന്ന് പറഞ്ഞ വാചകമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയുന്നത്, ഈ പള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ലോകത്തിൽ 300 കോടിയിൽ ജാസ്തി, അതായത് 800 കോടി, ഏകദേശം 400 കോടിയോളം വേണ്ടി വന്നെങ്കിൽ ക്രിസ്ത്യാനികളാണ്. ഏറ്റവും ഭൂരിപക്ഷമുള്ളത് ക്രിസ്ത്യാനികളാണ് ലോകത്ത്. കേരളത്തിലായതുകൊണ്ട് മാത്രം പള്ളി എന്നും ചർച്ച നമ്മൾ പറയുന്നതല്ലാതെ കണ്ട് ലോകത്ത് മൊത്തം അറിയപ്പെടുന്നത് ചർച്ച് എന്നാണ്. അതേ സ്ഥാനത്തിന് അറബ് രാഷ്ട്രം പോലത്തെ നാട്ടിൽ മുസ്ലിം പള്ളീനെ പറയും മസ്ജിദ്, ചർച്ചിനെ ചർച്ച് തന്നെ അവിടെ പറയും. പള്ളിയെന്നൊന്നും പറയില്ല, മോസ്കൊന്നും പറയില്ല. നമ്മളെ കേരളത്തിൽ വെച്ചാൽ പണ്ട് കാലങ്ങളിലെ ഒരു സംസ്കാരമാണ് എന്ന് വെച്ചാൽ പള്ളി എന്ന് പറയാറ്. ഈ പള്ളി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ഒരാളോട് ക്രിസ്ത്യാനിയോട് പറഞ്ഞെങ്കിൽ ക്രിസ്ത്യൻസ് പള്ളി എവിടെയെന്ന് ചോദിച്ചെങ്കിൽ ക്രിസ്ത്യൻസ് പള്ളിയുടെ സ്ഥലത്ത് നിന്ന് ഒരു മുസ്ലിംസ് കാണിച്ചു കൊടുക്കും. ഒരു ക്രിസ്ത്യാനിയോട് ഒരു മുസ്ലിംസിൻ്റെ പള്ളി എവിടെയെന്ന് ചോദിച്ചെങ്കിൽ ആ ക്രിസ്ത്യാനി മുസ്ലിംസിന് കാണിച്ചു കൊടുക്കും, അത് നിങ്ങൾ പള്ളി ഇന്ന ഭാഗത്ത്. അതുപോലെ തന്നെ ഹിന്ദുക്കൾ അമ്പലം എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് തമ്മിൽ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ നമ്മൾ സംസ്കാരമായിട്ട് ജീവിക്കുന്നൊരു ജീവിതമാണ് ഈ പള്ളി, ചർച്ച്, പിന്നെ ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ അത് ആവശ്യത്തിന് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നതല്ലാതെ കണ്ട് അത് ഒരു ഗൗരവത്തിലായിട്ട് നമ്മൾ അങ്ങനെ എടുക്കാറില്ല. എന്തുകൊണ്ട് ഒരു മുസ്ലിം പള്ളി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിക്ക് വിഷമമില്ല, ഒരു ക്രിസ്ത്യൻസിൻ്റെ ചർച്ചിൻ്റെ പള്ളി എന്ന് പറയുന്ന ഒരു വിഷമമില്ല,
ഒരു ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ പിന്നെ ഭജന മന്ദിരത്തിനോ അത് അമ്പലം എന്ന് പറയുന്ന ആർക്കും ഇവിടെ നാവിനോ മനസ്സിനോ ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ ആ സന്ദർഭത്തിന് സാധാരണ അങ്ങനെ ഉപയോഗിക്കലാണ് സാധാരണയുള്ള നടപ്പ്. അങ്ങനെയാണ് ഈ ചർച്ചിനെ സാധാരണ ഈ നമ്മുടെ നാട്ടിലും പള്ളി എന്ന് പറയുന്നതല്ലാതെ കണ്ട് പിന്നെ ആ പള്ളിക്കൂടായിട്ട് ബന്ധപ്പെട്ട് ഈ പള്ളിക്കൂടം എന്ന് പറയുന്ന സംഭവം പള്ളിക്കൂടം എന്നൊന്നും മുസ്ലിങ്ങളൊന്നും ഉപയോഗിക്കലൊന്നുമില്ല. കൂടുതൽ പള്ളിക്കൂടം ഉപയോഗിക്കില്ല. പള്ളിക്കൂടം എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ സാധാരണ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും തോന്നിയ ദിവസം പറയുന്നുണ്ടാവില്ല, എന്തെങ്കിലും നാട്ടിൽ നിന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊന്നും പള്ളിക്കൂടം കാണാത്ത ആൾട്ടോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പടിവാതിൽ കാണാത്തവർ എന്നൊക്കെ ഈ പടിവാതിൽ ഉപയോഗിക്കുന്ന സാധാരണ ഹിന്ദുക്കൾ അമ്പലം ആചാരമായിട്ട് ബന്ധപ്പെട്ട ഭാഷയാണ്. അപ്പം നമ്മൾ സാധാരണ അങ്ങനെ പറയൽ എങ്ങനെയാണ്? അതെല്ലാം അവിടെ മതത്തിൻ്റെ ഒരു ചിന്തയൊന്നായിരിക്കും വരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ AP അബൂബക്കർ മുസ്ലിയാർ ഈ പറഞ്ഞ സംഭവം എന്ന് വെച്ചെങ്കിൽ യഥാർത്ഥത്തിൽ 1000 കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോഴാണ് ഇത് ചർച്ച ചെയ്തത്. ഈ ചർച്ച ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിച്ചെങ്കിൽ ഒരു 1000 കൊല്ലത്തിൻ്റെ ചരിത്രം നമ്മൾ കേരളത്തിലെടുത്ത് നോക്കിയാൽ എല്ലായിടത്തും കാണാൻ പള്ളി എന്നേക്കാണ്. മോസ്ക് എന്നൊന്നും പറയില്ല, മസ്ജിദ് എന്നും പറയലില്ല. ഇപ്പോൾ പള്ളിയിൽ ഏത് ഉസ്താദന്മാർ സംസാരിക്കുന്നത് പള്ളിയെന്നേ പറയലുള്ളൂ. മസ്ജിദ് നമ്മൾ സാധാരണ പറയുന്നതല്ലാതെ കണ്ട് അല്ലെങ്കിൽ ഒരു അറബി ഭാഷ ഉപയോഗിക്കുന്ന ഒരു ഭാഷയിൽ പെടാണ് മസ്ജിദ് എന്നുള്ളത്. അല്ലാതെ കണ്ട് അത് മലയാള ഭാഷയല്ല. മലയാള ഭാഷ ആയതുകൊണ്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഉപയോഗിക്കുന്നു. അതിപ്പം പള്ളി ഇപ്പോൾ ക്രിസ്ത്യൻസ് പള്ളി എന്ന് പറഞ്ഞാൽ എന്ത്, മുസ്ലിം പള്ളി എന്ന് പറഞ്ഞാൽ എന്ത്? അതിലിപ്പം ഒരാൾക്കും വർഗീയപരമായ ചിന്താഗതി എന്നൊരു സ്ഥാനം അതിനില്ല എന്നതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം നമ്മളെ നാട്ടിൽ അങ്ങനെ പറഞ്ഞു പോകുന്നൊരു ജീവിതത്തിൻ്റെ ശൈലിയാണിത്. അതിനെന്ത് പ്രശ്നം ഇപ്പോൾ ഏത് ക്രിസ്ത്യൻസ് പള്ളിയാണ് മുസ്ലിങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത്? ഏത് ഈ സഹോദരൻ പറയുന്ന രൂപത്തിൽ ഏത് പിന്നെ ക്രിസ്ത്യാനികൾ നടത്തുന്ന പള്ളിക്കൂടാണ് ഈ കേരളത്തിൽ പിടിച്ചെടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ എവിടെയാണ് പിടിച്ചെടുത്തിട്ടുള്ളത്? ചിന്തിച്ചോ കുറോ. അപ്പം ആ മനുഷ്യൻ്റെ ഈ അബൂബക്കർ മുസ്ലിയാറുടെ പേരിൽ ഒരു ബുക്ക് പ്രകാശനം ചെയ്തപ്പോൾ അതിലുള്ള അയാൾ കൊടുത്ത ആ വാചകത്തിന് അത് വർഗീയപരമായ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാനും നമ്മളെ നാട്ടിൽ ചിന്തിക്കാത്തൊരു കാര്യം. ഇപ്പോൾ ഈ ചർച്ച് അല്ല ഈ പള്ളി എന്ന് പറയുന്ന കാര്യം തന്നെ യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ സംസാരിക്കാനുള്ള കാരണം തരും. സാധാരണ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ കാണാറ് ഡയലോഗ് പറയാറ് പോയി പള്ളിയിൽ പറഞ്ഞാൽ മതി. അപ്പം നമ്മളാരും ചിന്തിക്കാറില്ല ഇത് മുസ്ലിം പള്ളിയിൽ പറയാൻ വേണ്ടി പറഞ്ഞതോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് പള്ളിയിൽ പോയിട്ട് പറയുമെന്ന് പറഞ്ഞതോ എന്നല്ല. അങ്ങനെ ഇങ്ങനെ നമ്മളെ നാടങ്ങനെ പോകാമെന്നിങ്ങനെ ഒരുപാട് കവല പ്രസംഗം നടത്തുന്ന ചില ആൾ പറയുന്നുണ്ട് അതുപോലെ പള്ളിയിൽ പറഞ്ഞാൽ മതി. ഏത് പള്ളിയിൽ? അത് ക്രിസ്ത്യൻസ് പള്ളിയെന്നോ മുസ്ലിംസ് പള്ളിയെന്നോ ആരും പറയാറൊന്നുമില്ല. അങ്ങനെ ഒരു നാട്ടുവക. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഈ പള്ളി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള തന്നെയാണ്. അതിനിപ്പോൾ മുസ്ലിങ്ങൾ അത് അങ്ങനെ ക്രിസ്ത്യൻസ് അങ്ങനെ പറയണ്ട എന്ന് നമ്മളാരും പറയുന്നില്ല. ആയിക്കോട്ടെ, നിങ്ങൾ പള്ളിക്കൂടം തന്നെ പറഞ്ഞോ, നമുക്കെന്താ പ്രശ്നം? ഞങ്ങൾ നിങ്ങൾ പറയണ്ടെന്ന് പറയുന്നില്ല. അയാൾ നടത്തിക്കൊണ്ടിട്ടായിരിക്കുന്ന പണ്ടത്തെ പള്ളിക്കൂടുമായിട്ടോ അല്ലെങ്കിൽ പള്ളി ദർസുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മൂപ്പർ അങ്ങനെ പറഞ്ഞ മൂപ്പർ ജീവിതകാലത്തിലുണ്ട് പല അനുഭവങ്ങളിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. അത് നിങ്ങൾക്കിങ്ങനെ ചർച്ചയൊക്കെ പിടിച്ചെടുത്തു എൻ്റെ പള്ളിക്കൂടും കൂടെ പൊക്കിയെടുക്കണമെന്ന് പറയുന്നതാണ് അബൂബക്കർ മുസ്ലിയാർ ഒരു വർഗീയ ചിന്താഗതിയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ എവിടെയാണ് സഹോദര ഇത് വർഗീയ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എന്തിനാണ് ഈ നമ്മളെ നാട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ RSSകാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ക്രിസ്ത്യൻസിൻ്റെ ചില സഹോദരന്മാരും ഇങ്ങനെ ചെയ്യുന്നത് വലിയ വിഷമമുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സഹോദര. അപ്പോൾ പള്ളിക്കൂടം എന്ന് പറഞ്ഞാലും ചർച്ച് എന്ന് പറഞ്ഞാലും അമ്പലം എന്ന് പറഞ്ഞാലും പള്ളി എന്ന് പറഞ്ഞാലും മോസ്ക് എന്ന് പറഞ്ഞാലും ക്രിസ്ത്യൻസ് പള്ളി എന്ന് പറഞ്ഞാലും ഇവിടെ ആർക്കും ഒരു വിഷമമില്ല സഹോദര. ഈ ചർച്ചും അതുപോലെ തന്നെ ഈ മുസ്ലിംസിൻ്റെ പള്ളിയും ഒക്കെ കാണാൻ കഴിയാത്തൊരു സംഘം ഇവിടെ ഉണ്ട് വേറെ. അവർക്ക് ഇത് കണ്ടുകൂടെത്തുള്ളൂ, അവർക്കേ വിഷമമുള്ളൂ. അപ്പോൾ ഇപ്പോൾ അടുത്തിട്ട കാലത്ത് വെച്ചെങ്കിൽ കുറച്ച് ചില ക്രിസ്ത്യാനികൾക്കും കൂടെ മുസ്ലിങ്ങളെ ഉയർച്ച കാണാൻ പറ്റൂല, മുസ്ലിങ്ങളെ വളർച്ച കാണാൻ പറ്റൂല, മുസ്ലിങ്ങളെ പുരോഗതി കാണാൻ പറ്റൂല. വെള്ളാപ്പള്ളി നല്ല സംഭവത്തിനെല്ലാം കാണുന്നില്ലേ? ആർക്കും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചിന്തയില്ല സഹോദര. അങ്ങനത്തെ ചിന്തഗതിയേ ഇല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആരും വളരണം എന്നല്ലാതെ കണ്ട് ആരും തളരണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളവരല്ല മുസ്ലിങ്ങൾ. നിങ്ങൾ പറയുന്ന സന്ദർഭത്തിലാണ് നമുക്കിത് പറയേണ്ടി വരുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് കേരളത്തിൽ നമ്മൾ പണ്ടേ ഉള്ളൊരു സംസ്കാരമാണത്. ലോകത്ത് മൊത്തം പറയുന്നത് ചർച്ച് എന്നാണ് പറയപ്പെടുന്നത്, ലോകം അറിയപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളതും ക്രിസ്ത്യൻസ് സഹോദരന്മാരാണ്. ഓരോ അറിയപ്പെടുന്നതും ചർച്ച് തന്നെയാണ് അറിയപ്പെടുന്നത് അവരെ ദേവാലയത്തിനെ പറ്റി. നമ്മളെ നാട്ടിലും അങ്ങനെ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു അമ്പലം ഒരു വചനമന്ത്രം കണ്ടാൽ നമ്മളത് അമ്പലം എന്ന് പറയും. യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ പറയില്ല അമ്പലം എന്ന് പറയില്ല. അവർ ആരാധനാലയം ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് അമ്പലം എന്ന് പറയും, അവർ പറയുന്നത് വചനമന്ദിരം എന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ എന്ത് നമുക്ക് പ്രശ്നമുള്ളത്? നമുക്ക് തമ്മിൽ എല്ലാവർക്കും അറിയണം, കാണണം, കഴിഞ്ഞു കൂടണം, ജീവിച്ചു പോകണം, മരിച്ചു പോകണം എന്നല്ലാതെ കണ്ട് സഹോദര ഈ വർഗീയ ചിന്താഗതിയെല്ലാം മതിയാക്കിയിട്ട് മനുഷ്യന് ഉതകുന്നത് ഇന്ന് വേണ്ട മനുഷ്യന് ഉതകുന്ന നന്മ എന്തെങ്കിലും ചെയ്യുക. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ വളരെ ഒരു സങ്കടത്തിൻ്റെ ദിവസമാണ് ഇന്ന് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ ആ ജാതി നോക്കുന്നത്. ഇപ്പോൾ നോക്ക്, കുവൈത്തിൽ ഇന്ദിര മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ്. ആരെങ്കിലും ക്രിസ്ത്യാനി മരിച്ചിട്ട് സന്തോഷിച്ചോ? ദുഃഖമല്ലാത്ത സഹോദര മുസ്ലിം സമുദായത്തിൽ പെട്ടാണ് 5 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അപ്പം നമ്മൾ ഇതിൻ്റെ ആളൊന്നല്ല. നിങ്ങൾ എന്തിനും ഞങ്ങൾ വർഗീയവാദിയാക്കിയിട്ട് മാറ്റുന്നു? എവിടെയാണ് നിങ്ങൾ ക്രിസ്ത്യൻസ് പള്ളി പിടിച്ചിട്ടുള്ള സഹോദര?
അതുകൊണ്ട് ദയവേദി ഇങ്ങനെയൊക്കെ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് മുസ്ലിം സഹോദരങ്ങൾക്ക് വളരെ വിഷമമുണ്ടെന്നേ പറയാനുള്ളൂ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുവിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട് നന്നാവട്ടെ.